നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം അനുഭാവം പ്രകടിപ്പിച്ച് SFI. പഠിപ്പ് മുടക്കിനെ എതിർത്ത് KSUവും MSFും. പട്ടാമ്പിയിലും ചെറുപ്പശ്ശേരിയിലും സംഘർഷം. 16 വിദ്യാർത്ഥികൾക്കും 2 പോലീസുകാർക്കും പരിക്ക്. ജീവനക്കാരുടെ സമരത്തിൽ സർക്കാർ അച്ചടക്ക നടപടി തുടങ്ങി. 4 AEOമാർക്കും ഒരു അധ്യാപകനും കാരണം കാണിക്കൽ നോട്ടീസ്. കടമ്പടിപ്പുറം BRCയിൽ പരിശീലനത്തിനെത്തിയ അധ്യാപകർക്ക് മർദ്ദനം. 4ാം ദിനവും വിവിധ സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. CPMന്റെ ഭൂസമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ചളവറയിലും അമ്പലപ്പാറയിലും കടമ്പടിപ്പുറത്തും ഓങ്ങല്ലൂരും മണ്ണാർക്കാട്ടും കുടിൽകെട്ടി സമരം ആരംഭിച്ചു. പട്ടാമ്പി താലൂക്ക് രൂപീകരണം വൈകാൻ കാരണം നയപരമായ തീരുമാനം എടുക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്തെ സാമുദായിക അന്തരീക്ഷം കാത്തുസൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയെന്ന മുഖ്യമന്ത്രി. ഗ്രാമീണ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കാത്ത കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് K. സലീഖ MLA. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തുന്ന പണിമുടക്കിന്റെ 4ാം ദിവസം പട്ടാമ്പിയിൽ പരക്കെ സംഘർഷം. വിളയൂർ എടപ്പലത്ത് സ്കൂളിലുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികളും PTA ഭാരവാഹികളുമടക്കം 10 പേർക്ക് പരിക്കേറ്റു. അക്രമം കണ്ട ഒരു വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു. കൊപ്പത്ത് MSF KSU പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന സമരമാണ് എടപ്പലം PTM യത്തീംഖാന സ്കൂളിൽ വെള്ളിയാഴ്ച സംഘർഷത്തിൽ കലാശിച്ചത്. സമരാനുകൂലികളും PTA ഭാരവാഹികളും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കളും സമരാനുകൂലികളും രാവിലെ പ്രകടനവുമായി സ്കൂളിൽ എത്തുകയായിരുന്നു. എന്നാൽ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരും ചില PTA ഭാരവാഹികളും സ്കൂൾ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇത് പിന്നീട് വാക്കേറ്റത്തിലും സംഘർഷത്തിലും കലാശിക്കുകയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് OT സുബേർ, പഞ്ചായത്ത് അംഗവും PTA വൈസ് പ്രസിഡന്റുമായ നീലടി സുധാകരൻ, സമരസമിതിയിലുണ്ടായിരുന്ന NGO നേതാവ് വിജയകുമാരി, വിദ്യാർത്ഥികളായ മുഹമ്മദ് ആഷിഫ്, മുഹമ്മദ് ഫാരിസ്, സലാവുദ്ദീൻ, ഷഹീർ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. അക്രമം കണ്ടുനിന്ന +1 വിദ്യാർത്ഥിനിയായ ഷമീറ കുഴഞ്ഞു വീണു. ഷമീറയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് പറ്റിയ PTA ഭാരവാഹികളെയും 3 വിദ്യാർത്ഥികളെയും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിജയകുമാരിയെയും 4 CPMകാരെയും കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് പറ്റിയ PTA ഭാരവാഹികളെയും 3 വിദ്യാർത്ഥികളെയും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിജയകുമാരിയെ കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഘർഷത്തെ തുടർന്ന് സ്കൂളിലും നാശനഷ്ടങ്ങളുണ്ടായി. കൊപ്പം, പട്ടാമ്പി, കൊടുമുണ്ട, വാടനാംകുറിച്ചി സ്കൂളുകളിലും സംഘർഷമുണ്ടായി. പഠിപ്പ് മുടക്കിയ SFIക്കാരും KSU MSF പ്രവർത്തകരും തമ്മിലാണ് പ്രശ്നമുണ്ടായത്. തുടർന്ന് കൊപ്പത്ത് MSF KSU പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഈ സമയം പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം ഉപരോധ സമരത്തിൽ കുടുങ്ങി. തുടർന്ന് മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്നും ഇറങ്ങിയാണ് പ്രശ്നം പരിഹരിച്ചത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാനും മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവേശന വഴിയിൽ കരിഓയിൽ ഒഴിച്ച് ജീവനക്കാർ അകത്തു കടക്കുന്നത് തടയാനും ശ്രമം നടന്നു. മുൻവശത്തെ പ്രധാന കവാടത്തിലായിരുന്നു കരിഓയിൽ പ്രയോഗം. സമരം തെരുവിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് 4ാം ദിവസത്തിൽ പട്ടാമ്പിയിൽ കണ്ടത്. അധ്യാപകരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SFI പ്രവർത്തകർ പഠിപ്പ് മുടക്കി. സമരത്തെ എതിർത്ത് KSU MSF പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതീകാത്മക ക്ലാസ് നടത്തി. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. 2 പോലീസുകാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 9:30 ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ക്ലാസ് തുടങ്ങാനിരിക്കുമ്പോൾ SFI പ്രവർത്തകർ പഠിപ്പ് മുടക്കുന്നുവെന്നറിയിച്ച് നോട്ടീസ് നൽകി. ഇതറിഞ്ഞ MSF KSU പ്രവർത്തകർ സ്കൂൾ വിടരുതെന്ന് നിലപാടെടുത്തു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് അധ്യാപകർ സ്കൂൾ വിട്ടു. സമരക്കാർക്ക് സമരത്തിൽ പങ്കെടുക്കാമെന്നും അല്ലാത്തവർക്ക് പഠിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്കൂളിൽ നിന്നും ടൗണിലേക്ക് പ്രകടനമായി എത്തിയ KSU MSF പ്രവർത്തകർ ഹൈസ്കൂൾ റോഡിന് മുന്നിൽ മെയിൻ റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. അരമണിക്കൂറിലേറെ സമയം ടൗണിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു. ചെർപ്പുളശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ P. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. ഇതിനിടെ SFI പ്രവർത്തകരും പ്രകടനമായി ടൗണിലേക്ക് വന്നു. ഇത് നേരിയ സംഘർഷാവസ്ഥയുണ്ടാക്കി. റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളുമായി പോലീസ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ച് KSU MSF പ്രവർത്തകർ സ്കൂളിലേക്ക് തിരിച്ചുപോയി. ഇതിനു പുറകെ SFI പ്രവർത്തകരും സ്കൂളിലെത്തി. തുടർന്നായിരുന്നു സ്കൂളിനുള്ളിൽ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 9 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 പോലീസുകാർക്ക് കല്ലേറിൽ സാരമായി പരിക്കേറ്റു. സ്കൂളിന്റെ ജനൽ ചില്ല് തകർന്നു. KSU MSF പ്രവർത്തകർ വീണ്ടും പ്രകടനവുമായി ടൗണിലെത്തി. റോഡ് ഉപരോധിച്ചു. റോഡിൽ പ്രതീകാത്മക പഠനം നടത്തി.
ഇതിനിടെ സമരാനുകൂലികളായ അധ്യാപകർ ടൗണിൽ പ്രകടനം നടത്തി. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അൻസാർ, മുഹമ്മദ് യാസിൻ, ജുനൈദ് അലി, ഇസ്മായിൽ, ഷബീർ, സുഹൈബ്, ജിംഷാദ്, ശ്യാമോഹൻ, ഇർഷാദ് തുടങ്ങിയവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രി, കോഓപ്പറേറ്റീവ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം പരാജയപ്പെട്ടതിനാലാണ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നതെന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. ഭരണസ്വാധീനം ഉപയോഗിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാൻ ലീഗ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുവെന്ന് CPM ആരോപിച്ചു. സമരം പരാജയപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികളെ രംഗത്തിറക്കി ഭീകരാവസ്ഥ സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകന്മാരും നടത്തിവരുന്ന സമരം, ആ സമരം ജനങ്ങളും ഗവൺമെന്റും ഈ രാജ്യത്തെ സാധാരണക്കാരും പൊട്ടിച്ചു തള്ളിയപ്പോൾ അതിന് ഒരു ശ്രദ്ധ ആരും അതിന് പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥ വന്നപ്പോൾ സമരം ആക്രമണത്തിന്റെ പാതയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. സമരത്തിൽ പങ്കെടുക്കാതെ സ്കൂളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന, സാധാരണക്കാരുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇതുപോലുള്ള ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകന്മാരെ പഠിപ്പിക്കാൻ തയ്യാറായി വന്ന അധ്യാപകന്മാർ, പഠിക്കാൻ തയ്യാറായി വന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കെ സമരത്തിൽ പങ്കെടുത്ത വിഭാഗം അധ്യാപകന്മാരുടെയും അതുപോലെ പാർട്ടി നേതാക്കന്മാരുടെയും ഒത്താശയോടുകൂടി വിദ്യാർത്ഥികളെ എന്ന് അവകാശപ്പെടുന്ന SFIയുടെ കുറെ ആളുകളെയും കുറെ UIFIക്കാരെയും ഒക്കെ സ്കൂളിലേക്ക് കയറ്റിവിട്ട് സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു വിഭാഗം അധ്യാപകരുടെ ഒത്താശയോടുകൂടി വിദ്യാർത്ഥികളെ സമരപാതയിലേക്ക് നീങ്ങുക എന്നുള്ളത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യം. കാരണം ജീവനക്കാരെയും അധ്യാപകരെയൊക്കെ സമരം വിജയിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ ജനങ്ങൾ ആദ്യമായിട്ട് കാണാം. സമരം ജനങ്ങളും ജീവനക്കാരും തള്ളിക്കളഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വന്നത്. കാരണം ചെർപ്പുളശ്ശേരി ഹൈസ്കൂളിൽ കഴിഞ്ഞ 2 ദിവസമായി അധികമായി ജീവനക്കാർ ജോലി കയറുന്നു എന്ന് മാത്രമല്ല, ഇന്ന് ഏതാണ്ട് 10 അധ്യാപകരെ അധികമായി ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ വിറളി പോണ്ട ആളുകള് ഈ സമരം ഇന്നലെ LDF ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള നീക്കമാണ് എന്ന് പൊതുപ്രവർത്തന രംഗത്തുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഭരണസ്വാധീനം ഉപയോഗിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാൻ ലീഗ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയാണെന്ന് CPM നേതാക്കളും പറഞ്ഞു. അധ്യാപക സർക്കാർ ജീവനക്കാരുടെ സമരം ചെർപ്പുളശ്ശേരിയിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടക്കുകയാണ്. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസുകളിലോ അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലോ ചെന്നാൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും അത് ചെയ്തു കൊടുക്കുവാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ലാതെ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഈ സത്യം മറച്ചുപിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തെ ആ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വ്യാപകമായ അക്രമങ്ങൾ, ഇപ്പോൾ ഇന്നലെ KSU നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വളരെ വ്യാപകമായിക്കൊണ്ടുള്ള അക്രമങ്ങളാണ് സമരം ചെയ്യുന്നവർക്ക് എതിരായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാര്യത്തിൽ നേരത്തെ നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതുപോലെ സമരം നടത്താനുള്ള അവകാശം ഈ രാജ്യത്ത് സമരം നടത്തുന്നവർ ആ സമരത്തെ പ്രതിരോധിക്കാനെന്ന വ്യാപകമായിട്ടുള്ള ആക്രമണത്തിനാണ് ചെർപ്പുളശ്ശേരി ടൗണില് KSUവിന്റെയും MSFന്റെയും നേതൃത്വത്തിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ചേർന്ന് നടത്തിയിട്ടുള്ളത്. പോലീസ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. മണിക്കൂർ കണക്കിന് ചെർപ്പുളശ്ശേരി ടൗണിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പെൺകുട്ടികളടക്കമുള്ള ആളുകളെ വളരെ മോശമായ രൂപത്തിൽ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന വാക്യത്തിൽ അവരോട് പെരുമാറുകയും അവരെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ വരെ ഈ സമരത്തിന്റെ എതിരായി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, സമരത്തിനെതിരാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ ഈ ടൗണിൽ ഇറങ്ങിയിട്ടുള്ള നടത്തിയിട്ടുള്ള തേക്കൂട്ടുകൾ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ആർക്കും അംഗീകരിക്കുക കഴിയുന്നതല്ല. ചെറുപ്പളശ്ശേരി നോർത്ത് AMLP സ്കൂൾ തുറന്നു പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ സ്കൂളിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മജീദ് പറക്കാടൻ, മുഹമ്മദ് അലി, അബ്ദുൾ റഫീഖ് പറക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം വിദ്യാഭ്യാസ വകുപ്പിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പാലക്കാട് പറളി കുഴൽമന്ദം AEOമാർക്കും കുമരനെല്ലൂർ ഗവൺമെന്റ് ഘോഗലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമാണ് നോട്ടീസ് നൽകിയത്. കടമ്പഴിപ്പുറം BRCയിൽ അധ്യാപകരെ സമരാനുകൂലികൾ മർദ്ദിച്ചതായി പരാതി. KPSTU
ചെറുപ്പളശ്ശേരി സബ് ജില്ലാ ട്രഷറർ PM ശ്രീകാന്തിനും മണ്ണാർക്കാട് ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി V വിജയനുമാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPSTU ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കടമ്പഴിപ്പുറം BRCയിൽ അധ്യാപകർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് KPSTU ചെർപ്പുളശ്ശേരി ഉപജില്ലാ ട്രഷററും KPSTU ചെർപ്പുളശ്ശേരി ഉപജില്ലാ ഭാരവാഹിയും യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ PM ശ്രീകാന്തിനും മണ്ണാർക്കാട് ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി V വിജയനും മർദ്ദനമേറ്റത്. പരിശീലന ഹാളിലേക്ക് കടന്നുവന്ന സമരാനുകൂലികൾ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നെന്നും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞുവെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞു. കടമ്പഴിപ്പുറത്ത് ഞങ്ങളെ കാലുകുത്താൻ അനുവദിക്കില്ല, അവിടെ വന്ന ആരെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടാണ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ കൃത്യമായ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു എന്താണ് പറയാ ക്ലാസുകളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മളെ നിരപരാധികളാണ് പറ്റുന്നത്. ഒന്നും പ്രതികരിക്കാനുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ സ്ത്രീകളുടെ നേരെ അക്രമം വരുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനും പറ്റില്ല. വന്നതിൽ ഭൂരിഭാഗം ഈ ട്രെയിനിങ്ങിന് വന്നതിൽ അധികം അധ്യാപികമാരായിരുന്നു. അവരുടെ നേർക്ക് ഇവര് ഈ കസേരകളൊക്കെ വലിച്ചെറിയുന്നതിനുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ കയറി അവരെ തടുക്കാൻ ശ്രമിച്ച ഞങ്ങൾ ശരിക്കും കൂടി തലയൊക്കെ തന്നെ പോയിട്ട് ചുമരിലടിച്ചിരിക്കുന്നു. പരിക്കേറ്റ ഇരുവരും ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടമ്പഴിപ്പുറം BRCയിൽ അധ്യാപകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPSTU ചെർപ്പുളശ്ശേരി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. CT ചോക്കുണ്ണി, V ഉണ്ണികൃഷ്ണൻ, PP മോഹൻദാസ്, സജിത്, അജിത്, ഫറൂൺ, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് രൂപീകരണം സംബന്ധിച്ച് നയപരമായി സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും താലൂക്ക് ആവശ്യപ്പെട്ട് സമ്മർദ്ദമുണ്ട്. ഇതിൽ ആവശ്യമനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സയൻസ് ബ്ലോക്ക് നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പട്ടാമ്പിയുടെ വികസനം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് അറിയാം, താലൂക്ക് രൂപീകരണം എന്നുള്ളതാണ്. താലൂക്ക് രൂപീകരണം സംബന്ധിച്ച് നയപരമായ ഒരു തീരുമാനം എടുക്കുന്നതിന് വളരെയേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. അതേസമയം ആവശ്യം അനുസരിച്ച് താലൂക്കുകൾ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ പ്രശ്നത്തിന് ഏറ്റവും വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ CPക്ക് അറിയാം. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ സാൻസ്ക്രിറ്റ് കോളേജിലെ അഡീഷണൽ ബ്ലോക്കിന്റെ കാര്യം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ തന്നെ അത് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടിപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ സാങ്കേതികമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഈ കോളേജിന്റെ അഡീഷണൽ ബ്ലോക്ക് ഏറ്റവും വേഗത്തിൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കും എന്ന് പറയാൻ വിനിയോഗിക്കാം. ഞങ്ങളുടെ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ സുവർണ്ണ ജൂബിലി മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സ്നേഹസദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മതങ്ങൾ മനുഷ്യനന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാകണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് ഏവരുടെയും ബാധ്യതയാണെന്നും പരസ്പര സൗഹാർദ്ദത്തിന് വിള്ളലേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മതങ്ങൾ മനുഷ്യനന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയണം. എങ്കിലേ രാജ്യത്ത് സമാധാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യ രാജ്യം വളരെയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളുള്ള രാജ്യമാണ്. വ്യത്യസ്ത സംസ്കാരമുണ്ട്, വ്യത്യസ്ത വിശ്വാസമുണ്ട്, വ്യത്യസ്ത ഭാഷയുണ്ട്. അങ്ങനെയുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലെ ആ ഒരുമയാണ് നമ്മുടെ ശക്തി. അത് നമുക്ക് മറ്റെന്തിനേക്കാളും വലിയ ശക്തി പങ്കിടുകയാണ്. ഇതിന് ഒരു വിള്ളലുണ്ടാക്കുന്ന ഒരു സാഹചര്യവും നമുക്കുണ്ടാക്കാൻ പാടില്ല. മതവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്.
മതവിശ്വാസത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ലോക സമാധാനത്തിന് വേണ്ടിയാണ്, മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പട്ടിക്കാട് ജാമിയ നടത്തിയ സേവനങ്ങൾ സ്തുത്യർഹമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. വേങ്ങൂർ ME എഞ്ചിനീയറിംഗ് കോളേജിലാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സ്നേഹസദസ്സ് നടന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലക്ഷദ്വീപ് MP ഹാംദുള്ള സയ്യിദ്, പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, MLA മാരായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, P ഉബൈദുള്ള, P സുരേന്ദ്രൻ, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, മഞ്ചേരി നഗരസഭാ ചെയർമാൻ ഇസ്ഹാഖ് കുരിക്കൽ, ME എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ME എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും സ്നേഹസദസ്സിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് CPM നടത്തുന്ന ഭൂസമരത്തിന്റെ ഭാഗമായി ചളവറ ചെമ്പരത്തിവാട് മലയിൽ കൊടിനാട്ടി അവകാശം സ്ഥാപിച്ചു. ശനിയാഴ്ച മുതൽ കുടിൽകെട്ടി സമരവും ആരംഭിക്കും. ചളവറ ചെമ്പരത്തിമാട് മലയിൽ എറണാകുളം ആസ്ഥാനമായുള്ള മാധവ ഫാർമസി 105 ഏക്കർ ഔഷധത്തോട്ടം കൈവശം വെച്ചിരിക്കുന്നത് നിലവിലെ ഭൂനിയമങ്ങൾക്ക് എതിരാണെന്നും ഇത് മിച്ചഭൂമിയാണെന്നും ആരോപിച്ചാണ് CPM സ്ഥലത്ത് കൊടിനാട്ടി അവകാശം സ്ഥാപിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ചെമ്പരത്തിമാട് ബസ് സ്റ്റോപ്പിൽ നടന്ന വിശദീകരണ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി അംഗം TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ സമരത്തെക്കുറിച്ച് വിശദീകരിച്ചു. E ചന്ദ്രബാബു, K നന്ദകുമാർ, ആദ്യ ദിനത്തിൽ സമരം നയിച്ച PM വാസവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 1.5 കിലോമീറ്ററോളം കാൽനടജാഥയായി CPM പ്രവർത്തകർ ചെമ്പരത്തിമാട് മലയിലെ മാധവ ഫാർമസിയുടെ ഔഷധത്തോട്ടത്തിൽ കൊടികുത്തി അവകാശം സ്ഥാപിച്ചു. നിലവിലെ ഭൂനിയമമനുസരിച്ച് ഒരാൾക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ അധികാരമില്ലെന്നും ചെമ്പരത്തിമാട് മലയിൽ ഔഷധത്തോട്ടത്തിന്റെ പേരിൽ 105 ഏക്കർ ഭൂമി മാധവ ഫാർമസി അന്യായമായാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും സമരത്തിന് നേതൃത്വം നൽകിയ PM വാസുദേവൻ പറഞ്ഞു. ചെറുപ്പളശ്ശേരി ഏരിയയ്ക്കകത്ത് നേരത്തെ 2 ഘട്ടമായി മിച്ചഭൂമി സമരം നടത്തിയ കേന്ദ്രമാണ് ഈ പരിധിയിൽ മാധവ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പേരിലുള്ള ചെമ്പരത്തിമാടുള്ള ഈ ഭൂമി. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭൂപരിധി നിയമമനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പരമാവധി സൂക്ഷിക്കാൻ കൈവശമുള്ള ഭൂമിയുടെ അളവ് 15 ഏക്കറാണ്. എന്നാൽ ഈ ചെമ്പരത്തിമാട് പ്രദേശത്തുള്ള 105 ഏക്കറിലധികം ഭൂമിയാണ് ഈ വ്യക്തി ഔഷധത്തോട്ടം എന്നുള്ള പേരിൽ കൈവശം വെച്ചിട്ടുള്ളത്. അത് കേരള ഭൂപരിധി ആക്ടിന്റെ നിയമ ലംഘനമാണെന്ന് ഉള്ളത് കണ്ടുകൊണ്ടാണ് ഈ ഭൂമി തന്നെ ഭൂസമര കേന്ദ്രമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഈ മിച്ചഭൂമി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശനിയാഴ്ച മുതൽ തോട്ടത്തിൽ കുടിൽകെട്ടി സമരം ആരംഭിക്കും. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്താലും ജാമ്യമെടുക്കാതെ ജയിലിൽ പോകാനാണ് CPM തീരുമാനം. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭൂസമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ 3.15 ഏക്കർ സ്ഥലത്ത് കുടിൽകെട്ടി സമരം ആരംഭിച്ചു. ഭൂമി പിടിച്ചെടുക്കൽ സമരം CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്ന ഭൂമി പിടിച്ചെടുത്ത് കുടിൽകെട്ടി നടത്തുന്ന സമരം വെള്ളിയാഴ്ച മുതലാണ് ഏരിയ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത്. അമ്പലപ്പാറ, ചെറുമുണ്ടശ്ശേരി, നെടുമ്പറമ്പിലുള്ള 3.5 ഏക്കർ സ്ഥലത്തായിരുന്നു KSKTUവിന്റെ നേതൃത്വത്തിൽ കുടിൽകെട്ടിയുള്ള സമരം. രാവിലെ അമ്പലപ്പാറ സെന്ററിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു സമരം. ഒറ്റപ്പാലം അമ്പലപ്പാറ മേഖലയിലെ തൊഴിലാളികൾ 2 കുടിൽ സ്ഥാപിച്ചു. ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി APM റഷീദ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി K സുരേഷ്, KSKTU ഏരിയ സെക്രട്ടറി C വിജയൻ, ശോഭന പ്രസാദ്, C അബ്ദുൽ ഖാദർ, OV സ്വാമിനാഥൻ, VT വേലായുധൻ, E രാമചന്ദ്രൻ, കോട്ടയിൽ മണി, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മിച്ചഭൂമി നികത്തി നൽകിയിട്ടും ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തതാണ് സമരം വ്യാപിപ്പിക്കാൻ കാരണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത കർഷക സംഘം ജില്ലാ സെക്രട്ടറി PK സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു കാർഷിക ബന്ധങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജാതി ജന്മി മേധാവിത്വത്തിന് അവസാനം കുറിക്കുക എന്നതും ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്ത ഘടകങ്ങളായി നിലകൊള്ളുന്ന അന്നത്തെ കേരളം ഏകീകരിക്കണം എന്നതും. സംയുക്ത ഭൂസംരക്ഷണ സമിതി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടമ്പടിപ്പുറത്ത് കുടിൽകെട്ടി സമരത്തിന് തുടക്കം കുറിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുടിൽകെട്ടി സമരം കടമ്പടിപ്പുറം കിണ്ണംപറമ്പ് മിച്ചഭൂമിയിലാണ് നടക്കുന്നത്.
എല്ലാ ഭൂരഹിതർക്കും ഭൂമി നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, കർഷക സംഘം, പട്ടികജാതി കോളനി അസോസിയേഷൻ, ആദിവാസി ക്ഷേമ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കടമ്പഴിപ്പുറത്തെ കുടിൽകെട്ടി സമരം സംഘടിപ്പിച്ചത്. കുടിൽകെട്ടി സമരം CPM ഏരിയ സെക്രട്ടറി ബി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. CPM കടമ്പഴിപ്പുറം ലോക്കൽ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പി അരവിന്ദാക്ഷൻ, കെ രവീന്ദ്രനാഥ്, KC രാമൻകുട്ടി, ഒ ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KSKTU ഏരിയ പ്രസിഡന്റ് കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് കുടിൽകെട്ടി സമരം നടത്തുന്നത്. ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള 8 വില്ലേജ് കമ്മിറ്റികളാണ് 10 ദിവസങ്ങളിലായി സമരം നടത്തുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 190 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുടിൽകെട്ടി സമരം നടത്തുന്നത്. മണ്ണാർക്കാട് അരക്കുറിച്ചിയിലെ 14 ഏക്കർ മിച്ചഭൂമിയിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽകെട്ടി സമരം തുടങ്ങി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ സമരം ഉദ്ഘാടനം ചെയ്തു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം M ഉണ്ണീന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. മണ്ണാർക്കാട് തെങ്കര ഗ്രാമപഞ്ചായത്തുകളിലെ 50-ലധികം ഭൂരഹിതരും സമരത്തിൽ പങ്കെടുത്തു. ഭൂസമരസമിതി ഏരിയ പ്രസിഡന്റ് കെ സുദർശൻകുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി ചന്ദ്രശേഖരൻ, കോമളകുമാരി, TK സെബാസ്റ്റ്യൻ, KN സുശീല, PG ബാലൻ, കുന്നത്ത് മുഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു. ആ നിയമത്തെയും ആ EMS ഭവന പദ്ധതി നിങ്ങൾ അട്ടിമറിച്ചില്ലേ? പണമില്ലാത്തവർക്ക് പണം കണ്ടെത്താൻ തീരുമാനിച്ചു ഗവൺമെന്റ്. സഹകരണ ബാങ്ക് മുഖാന്തരം, പഞ്ചായത്ത് മുഖാന്തരം ബാങ്ക് കണ്ടെത്താൻ വേണ്ടി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പോരാതെ വരുന്നത് ജില്ലാ ബാങ്കിൽ നിന്ന് കടമെടുത്ത് അല്ലെങ്കിൽ സംസ്ഥാന ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 10 കൊല്ലത്തെ കാലാവധി വെച്ച് അവർക്കെല്ലാം തന്നെ വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിന് ബാങ്കിന് കൊടുക്കേണ്ട പലിശ ഗവൺമെന്റ് കൊടുക്കും. ഭൂസംരക്ഷണ സമിതി നടത്തുന്ന ഭൂസമരത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ സമരം തുടങ്ങി. CPM ജില്ലാ സെക്രട്ടറി അംഗം P മമ്മിക്കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. AM നാരായണൻ അധ്യക്ഷത വഹിച്ചു. MR ജയശങ്കർ, M ശങ്കരൻകുട്ടി, C അച്യുതൻ തുടങ്ങിയവരും സംസാരിച്ചു. അത് കൈവശം വെച്ച കൈയാളിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും തിരിച്ചു വാങ്ങുകയും ഭൂമിയില്ലാത്തവർക്ക് വിരിച്ചു കൊടുക്കാനും ബാക്കിയുള്ള സർക്കാർ രക്ഷമാക്കാനും ആവശ്യമായ നടപടി സ്വീകരിച്ചു. ഇവരോ പാട്ടക്കാരാർജികൾ ഏക്കറക്കണക്കിന് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു വരേണ്ട ഭൂമി തിരിച്ചു വാങ്ങാൻ അവര് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കൈവശം വെച്ച ആളുകൾക്ക് തന്നെ തുടർന്ന് കൈവശം വെച്ച് പോകാൻ സഹായകരമായ രൂപത്തിലുള്ള നടപടികൾ ഓരോന്നായി സ്വീകരിക്കുന്നു. അതാണ് നെല്ലിയാമ്പതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF തന്നെ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു. അതിന് ചർച്ചയും തർക്കങ്ങളും നടക്കുകയാണ് അർത്ഥം. അതാത് പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കാത്ത കരാറുകാരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് K സലീഖ MLA പറഞ്ഞു. വെളിനഴി ഗ്രാമപഞ്ചായത്തിലെ വെളിനഴി പറക്കുന്ന കാട്ടിലയ്പ്പൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു K സലീഖ MLA. സംസ്ഥാന സർക്കാരിന്റെ 2010-2011 വർഷത്തെ ബജറ്റിൽ അപ്ഗ്രഡേഷൻ A പാക്കേജിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവഴിച്ചാണ് വെള്ളിനഴി പറക്കുന്ന കാട്ടിലയ്പ്പൻ റോഡിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പറക്കുന്ന അംഗനവാടി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ A രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത, KK ഉണ്ണികൃഷ്ണൻ, P നിഷ, N ബീന, T ബേബി, VK ഗോവിന്ദൻകുട്ടി, K രാമൻകുട്ടി, V ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ടാകണം. അത് കോൺട്രാക്ടർമാർക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയുണ്ടാകണം. കരിമാനം കൃഷിക്കാരുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ടല്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ നല്ല പിന്തുണ കൊടുത്തു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിനനുസരിച്ച് ആക്ട് ചെയ്തു. വർക്കെടുത്ത ആള് സമയബന്ധിതമായി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തു എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്ന സന്തോഷമാണ് ഈ റോഡിന്റെ കാര്യത്തിൽ എനിക്കുള്ളത്. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC ഷൊർണൂർ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം ചെറുപ്പശ്ശേരിയിൽ നടന്നു. ക്ഷേത്ര ജീവനക്കാരുടെ പെൻഷൻ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% യോഗം ആവശ്യപ്പെട്ടു. മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാഫ് യൂണിയൻ INTUC ജില്ലാ പ്രസിഡന്റ് കേശവദാസ് പുതുമന ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ പെൻഷൻ 50% മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്നും പങ്കാളിത്ത ഇൻഷുറൻസ് നടപ്പാക്കണമെന്നും ജോലി സമയത്ത് അപകടത്തിൽപ്പെടുന്നവർക്ക് ചികിത്സാ സഹായം വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ദേവസ്വം വെളിച്ചപ്പാടുമാർക്ക് അനുവദിച്ച അടിസ്ഥാന ശമ്പളം ഉടൻ നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ B ഹരിഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. വിനോദ് ജിനാഥ്, PV നാരായണസ്വാമി, MR ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു.
പത്മശ്രീ മാണി മാധവ ചാക്യാർ അനുസ്മരണം 12 മുതൽ 14 വരെ ലക്കിടിയിൽ നടക്കും. മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം നാട്യശാലയിൽ നടക്കുന്ന അനുസ്മരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. 12 രാവിലെ നാട്യശാസ്ത്രം പഠന ക്ലാസ്, വൈകിട്ട് ശരത് നാരായണനും ഹരീഷ് നമ്പ്യാർ എന്നിവർ അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം കൂടിയാട്ടം, 13 മിഴാവ് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം, PK നാരായണൻ നമ്പ്യാർ ചിട്ടപ്പെടുത്തിയ നരസിംഹാവതാരം നങ്ങ്യാർകൂത്ത് എന്നിവ നടക്കും. 14 വൈകിട്ട് 5:30 തിരുവനന്തപുരം കൂടിയാട്ട കേന്ദ്രം ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ മാണി മാധവ ചാക്യാർ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് അറിയിച്ചു. PKM നമ്പ്യാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ TS മാധവൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് അക്രൂരഗമനം, നങ്ങ്യാരമ്മക്കൂത്ത് ഉഷാ നങ്ങ്യാർ അവതരിപ്പിക്കും. രാത്രി 9 ബാലി വിജയം കഥകളിയും അരങ്ങേറും. ഹരീഷ് നമ്പ്യാർ, രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രശസ്ത മാനേജ്മെന്റ് സ്ഥാപനമായ IIM മേധാവി ഡോക്ടർ KV രമണി തിങ്കളാഴ്ച മണ്ണാർക്കാട്ടെ ന്യൂ അൽമ ആശുപത്രി സന്ദർശിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രോഗികളിൽ നിന്ന് കുറഞ്ഞ ചികിത്സാ ചെലവ് ഈടാക്കി ഉയർന്ന സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും നൽകുന്ന ന്യൂ അൽമ ആശുപത്രിയുടെ പ്രവർത്തന മികവ് മനസ്സിലാക്കാനാണ് IIM മേധാവിയുടെ സന്ദർശനമെന്നും അധികൃതർ അറിയിച്ചു. 1200 സിസേറിയൻ ഉണ്ടായിരുന്നു. അതിൽ 405 റിപ്പീറ്റ് സിസേറിയൻ എന്ന് വെച്ചാൽ ആദ്യത്തെ സിസേറിയൻ, രണ്ടാമത്തെ സിസേറിയൻ അങ്ങനെ വരുന്നതാണ്. അത് കഴിഞ്ഞ് 795 കേസുകളാണ് പുതിയതായിട്ട് സിസേറിയൻ ചെയ്തത്, ആദ്യമായിട്ടുള്ള സിസേറിയൻ നടക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർസെൻറ്റേജ് വരുന്നത് 20.17% സിസേറിയന്റെ നിരക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, പിന്നെ പേപ്പറിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഭയങ്കര സിസേറിയൻ റേറ്റിന് കേരളത്തിലെ റേറ്റിനെ പറ്റി. ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 45%. ന്യൂ അൽമ ആശുപത്രിയുടെ പ്രവർത്തന മികവ് വിലയിരുത്തുന്നതിനായി എത്തുന്ന IIM മേധാവിക്ക് മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. റഫീഖ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് കോടതിപ്പടി എമറാൾഡ് ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നതെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തം നിൽക്കുന്ന IIMയുടെ ഒരു ചെയർമാന് മണ്ണാർക്കാട് വന്ന് ഇവിടുത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള പല സംസ്ഥാനങ്ങളും ഏറ്റവും നല്ല മണ്ണാർക്കാട് തന്നെ കേരളം. അതിനും തെരഞ്ഞെടുത്ത് മണ്ണാർക്കാടിൽ എത്ര പോസ്റ്റ് കുറച്ച് കൊടുക്കാനും ജനങ്ങൾക്ക് സേവന മേഖലയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അവർ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് അവർ തേടി പിടിച്ചു വരിക എന്നതാണ് എൻ്റെ പ്രസക്തി. അപ്പം അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് പഞ്ചായത്തിൽ 14-ാം തീയതി വൈകിട്ട് നമുക്ക് ഹോട്ടൽ എംപ്ലോയമെന്റ് വെച്ചിട്ട് 7 മണിക്ക് ഒരു വിശദമായ ഒരു അവർക്ക് സ്വീകരണം കൊടുക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥ ചെറുപ്പശ്ശേരിയിലുമെത്തി. 45 മിനിറ്റ് ദൈർഘ്യമുള്ള തുയിലുണർത്ത് എന്ന തെരുവ് നാടകം ചെറുപ്പശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് അരങ്ങേറിയത്. ആശുപത്രിയിൽ നിന്നുമാണ് താരാട്ട് പാടിയുറക്കുവാൻ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളും ആരംഭിച്ചു. തന്ത്രി കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കുന്നുണ്ട്. 13-നാണ് ധ്വജപ്രതിഷ്ഠ. 14-ന് മഹാബ്രഹ്മ കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം അനുഭവം പ്രകടിപ്പിച്ച് SFI. പഠിപ്പ് മുടക്കിനെ എതിർത്ത് KSUവും MSFും. പട്ടാമ്പിയിലും ചെറുപ്പശ്ശേരിയിലും സംഘർഷം. 16 വിദ്യാർത്ഥികൾക്കും 2 പോലീസുകാർക്കും പരിക്ക്. ജീവനക്കാരുടെ സമരത്തിൽ സർക്കാർ അച്ചടക്ക നടപടി തുടങ്ങി. 4 AEOമാർക്കും ഒരു അധ്യാപകനും കാരണം കാണിക്കൽ നോട്ടീസ്. കടമ്പടിപ്പുറം BRCയിൽ പരിശീലനത്തിനെത്തിയ അധ്യാപകർക്ക് മർദ്ദനം. 4-ാം ദിനവും വിവിധ സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. CPMന്റെ ഭൂസമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ചളവറയിലും അമ്പലപ്പാറയിലും കടമ്പടിപ്പുറത്തും ഓങ്ങല്ലൂരും മണ്ണാർക്കാട്ടും കുടിൽക്കെട്ടി സമരം ആരംഭിച്ചു. പട്ടാമ്പി താലൂക്ക് രൂപീകരണം വൈകാൻ കാരണം നയപരമായ തീരുമാനം എടുക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്തെ സാമുദായിക അന്തരീക്ഷം കാത്തുസൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയെന്ന മുഖ്യമന്ത്രി. ഗ്രാമീണ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കാത്ത കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് K. സലീഖ MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.